വീണ്ടും വാർത്തകളിലേക്ക്. പേരാമ്പ്ര കീഴിയൂരിൽ വെൽഫെയർ പാർട്ടി കൺവെൻഷനിൽ പങ്കെടുക്കാതെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ താലിയ. കൺവെൻഷൻ നടക്കുന്ന വീടിന് സമീപത്തെ റോഡിലൂടെ കടന്നുപോയെങ്കിലും കൺവെൻഷനിലേക്ക് ഫാത്തിമ താലിയ എത്തിയില്ല. പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നതായി വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് TK മാധവൻ പറഞ്ഞു. ഇന്നലെ ചങ്ങരോത്ത് പഞ്ചായത്തിൽ നടന്ന കൺവെൻഷനിലും ഫാത്തിമ താലിയ പങ്കെടുത്തിരുന്നില്ല. UDFന്റെ സ്ഥാനാർത്ഥി കോഴിക്കോട് പല സ്ഥലത്തും പങ്കെടുത്തിട്ടുണ്ട്, തിരുവമ്പാടി പങ്കെടുത്തിട്ടുണ്ട്, അങ്ങനെ പല സ്ഥലത്തും പങ്കെടുത്തില്ലേ. ബേപ്പൂർ പങ്കെടുത്തിട്ടുണ്ട്, പല സ്ഥലത്തും പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ പങ്കെടുത്തിട്ടില്ല. ഞങ്ങൾ മണ്ഡലം കൺവെൻഷൻ വിളിച്ച ആദ്യമായിരുന്നു. ഇവിടെ പങ്കെടുത്തിട്ടില്ല. പ്രതിനിധികൾ പങ്കെടുക്കാറുണ്ട്. ഇന്നേത്തെ പരിപാടി പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. AK അഭിലാഷിന്റെ വിശദാംശങ്ങൾ നൽകാൻ. AK അഭിലാഷ്, ഇന്നലെ ചങ്ങരോത്തെ പരിപാടിയിലും പങ്കെടുത്തില്ല. ഇന്നിപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാത്തതിന്റെ കാരണം എന്താണ്? പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നാണെന്ന് മനസ്സിലാക്കുന്നു. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനി എന്ന ആരോപണം, അതിൽ നിന്ന് അങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലുള്ള ഒരു പിന്മാറ്റമെന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും അത്തരമൊരു ആരോപണം പേരാമ്പ്രയിൽ നിലവിലുണ്ട്. ഏതായാലും ഇന്നലെ ഈ ചങ്ങരോത്ത് പഞ്ചായത്തിൽ വലിയ തരത്തിലൊരു കൺവെൻഷനായിരുന്നു വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്തത്. അതോടൊപ്പം തന്നെ കൂടുതൽ പ്രവർത്തകർ അതിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ ഫാത്തിമ തഹ്ലി അതിൽ പങ്കെടുത്തില്ല. നോട്ടീസ് അടക്കം ഫാത്തിമ തഹ്ലിയുടെ പേരും ഫോട്ടോയും ഒക്കെ പതിച്ചുകൊണ്ടായിരുന്നു നോട്ടീസ് അടക്കം അടിച്ചടിച്ചിരുന്നത്. പക്ഷേ അവസാന നിമിഷം അവർ പങ്കെടുക്കാതെ മാറിപ്പോയി. ഏതായാലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുകയും ചെയ്തത്. പക്ഷേ ഇന്നിപ്പോൾ അരിക്കുളം പഞ്ചായത്തിലും സമാനമായ രീതിയിൽ തന്നെ വലിയ തരത്തിലുള്ള കൺവെൻഷൻ നടത്തുകയും ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി ഈ UDFന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ അടിത്തട്ട് മുതൽ നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അത്തരത്തിലൊരു കൺവെൻഷൻ നടന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ അതിന് സമീപത്ത് തന്നെ UDFന്റെ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. ആ കൺവെൻഷനിൽ പങ്കെടുക്കാൻ ഫാത്തിമ തഹ്ലി എത്തുമെന്ന് അറിയിച്ചു. അതോടൊപ്പം തന്നെ ഈ കൺവെൻഷനിലും ഫാത്തിമ തഹ്ലി എത്തുമെന്ന് തന്നെയാണ് അവരെ അറിയിച്ചിരുന്നത്. പക്ഷേ ആ ഘട്ടത്തിൽ ഈ കൺവെൻഷൻ നടക്കുന്ന വീടിന് മുൻവശത്ത് തൊട്ടടുത്തുള്ള റോഡിലൂടെ അവർ കടന്നു പോവുകയാണ് ഉണ്ടായത്. അതേ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വെൽഫെയർ പാർട്ടി പ്രവർത്തകരൊക്കെ റോഡിലേക്ക് ഇറങ്ങിക്കൊണ്ട് തന്നെ ഫാത്തിമ തഹ്ലിക്ക് അഭിവാദ്യം ചെയ്യുന്നത് നമ്മൾ കാണുകയുണ്ടായി. എന്നാൽ എന്തുകൊണ്ടാണ് ഫാത്തിമ തഹ്ലി അവിടേക്ക് വരാതിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കാരണം ഒരു പക്ഷേ വലിയ തരത്തിൽ വിവാദങ്ങളിലേക്ക് പോകണ്ട എന്ന് കരുതിക്കൊണ്ടായിരിക്കണം ആ പരിപാടിയിൽ പങ്കെടുക്കാതെ അവർ റോഡിന്റെ മുൻഭാഗത്തൂടെ കടന്നുപോയും ഇവരെ അഭിവാദ്യം ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, വ്യക്തമാണ്. AK അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്.